ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീസ് മലബാറി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാരമൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്ത് വയ്ക്കും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. മൈദ 3/4 കപ്പ് എടുക്കുക. ഇതിലോട്ട് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ വരില്ല, അതിനേക്കാളും കുറച്ച് കുറയും ബേക്കിംഗ് സോഡ. പിന്നെ ഒരു നുള്ള് ഉപ്പ്. ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു തവണ സീവ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടെ സീവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട ബേറ്റർ റെഡിയാക്കാം. ബേറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് 3 മുട്ട ചേർക്കുന്നുണ്ട്. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം ചേർക്കാൻ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയതിന് ശേഷം മാത്രം ബേറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇതിൽ ഏറ്റവും ലോവസ്റ്റ് സ്പീഡിൽ നമുക്കിതൊരു 5 മിനിറ്റ് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ലോവർ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം നന്നായിട്ട് ഇതൊന്ന് പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി മീഡിയം സ്പീഡിലിട്ട് 5 മിനിറ്റും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മീഡിയം സ്പീഡിൽ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് ബീറ്റ് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ട്. ഇത് നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിനിമം 1 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ വാനില എസൻസ് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് നമുക്ക് 3/4 കപ്പ് പൗഡേർഡ് ഷുഗർ, പൊടിച്ച പഞ്ചസാരയാണിത്. ഇത് കുറച്ചായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇടരുത്, കുറച്ചായിട്ട് വേണം ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല് ഞാൻ ഒഴിക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഓൾറെഡി
പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന സീവ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓവർ ബീറ്റ് ആയി പോകരുത്, ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഫോൾഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതിന് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. ബേറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് കാരമൽ ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമെല്ലാം ഫ്രീസറിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. നന്നായി തണുത്ത ക്രീം വേണം ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ക്രീം ഫ്രീസറിൽ ഇരിക്കണം. അതുപോലെ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രിഡ്ജിൽ മിനിമം ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റായി ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇതിക്ക് നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ചേർക്കാം. നമ്മൾ ഇനി കാരമൽ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഷുഗർ കുറച്ച് ചേർത്താൽ മതി. ഇപ്പം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് കാരമൽ നമുക്കിതിൽ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പം നന്നായി ബീറ്റായിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീസ് വരുന്നുണ്ട്. നമുക്കിത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം.